ഹായ് മക്കളെ, നമ്മൾ കുറേ കാലമായില്ല ഇങ്ങനെ സ്ക്രീനിലൊക്കെ വന്ന് കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വേറെ ഏതുമല്ല, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ലൈവ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് തവണ ഞാൻ നിങ്ങളോട് പറയണേ, എടാ മക്കളെ, നമ്മുടെ എക്സാമിൻ്റെ പാറ്റേണിൽ വളരെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നതോ 2020 കോവിഡ് വന്ന സമയത്ത് നമ്മുടെ എക്സാം പേപ്പറിൽ കുറച്ചൊക്കെ ലിബറലായിട്ട് ഇങ്ങനെ കൊടുത്തിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളോട് ചോദിക്കുമല്ലേ, ആരാണ് മഹാത്മാഗാന്ധിജി എന്ന് ചോദിക്കുമല്ലോ ഡയറക്റ്റ് ആയിട്ട്, അതുപോലുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ മോഡൽ എക്സാം അതുപോലെ കഴിഞ്ഞ വർഷത്തെ എക്സാമിലൊക്കെ ഒരുപാട് പാറ്റേൺ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഞങ്ങളോട് മാത്രം എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നതല്ല, നമ്മൾ ഒരു പ്രശ്നം വന്നപ്പോൾ കൊടുത്തിരുന്ന കുറച്ച് ലിബറലൈസ്ഡായിട്ട് ചെയ്തിരുന്ന, അല്ലെങ്കിൽ എന്താ കുറച്ചൊക്കെ സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തിരുന്ന കാര്യമാണ്. ആ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തു. കോവിഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പതിക്കുന്നൊക്കെ ഒരുപാട് സർവൈവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി പഴയ എക്സാം പാറ്റേണിലേക്ക് തന്നെ തിരിച്ചു പോകണേ. അപ്പോൾ പഴയത് എന്നാണ് ഞാൻ പറഞ്ഞത്, തെറ്റിപ്പോയതല്ല, കറക്റ്റാണ് മക്കളെ. നമ്മുടെ എക്സാം പാറ്റേണുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്റ്റാൻഡേർഡ് ലെവൽ എക്സാമുകളാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പാസ്സാവാനുള്ള മാർക്ക് എല്ലാവർക്കും പരീക്ഷ പേപ്പർ കിട്ടും. പക്ഷേ നിങ്ങളുടെ A+ നല്ല മാർക്കും അഥവാ ഫുൾ മാർക്ക് വേണോ വേണ്ടത് തീരുമാനിക്കുന്നത് ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള കൂടുതലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രധാനമായിട്ട് എങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻ എന്ന് വരുന്നത്, ആ ലെവലുള്ള ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഈ ഇമോജി കാണുന്ന പോലുള്ള അവസ്ഥയായിരിക്കണം നമ്മുടെ എക്സാം ഹാളിൽ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഉത്തരം എഴുതി കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് വേണം. അതായത് ടോപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ മൈൻഡിലെ സ്ട്രാറ്റജി തന്നെയാണ് നമുക്കും ഇവിടെ വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യനിലെ ഇന്ന് ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കോളൂ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2024 മാർച്ച്, അതായത് കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ നടന്ന പരീക്ഷയിലാണ് ഈ ക്വസ്റ്റ്യൻ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് പെടുത്താൻ കാരണം. നമുക്ക് ചോദ്യം നോക്കാം. 4 മാർക്കിന്റെ ചോദ്യം വന്നിരുന്നത്. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഇക്വിലിബ്രിയം ഇൻകം ഫ്രം ദ ഫോളോവിങ് ഇൻഫർമേഷൻ. നമ്മളോട് പറഞ്ഞത് ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാനാണ്. ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതിന് Y എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്, പക്ഷേ നമുക്കിവിടെ തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ A തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ MPCയും തന്നിട്ടുണ്ട്. ഓക്കെ, A MPCയും തന്നിട്ടുണ്ട്. അത് വെച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ അവിടെ ഒരു ചോയ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതായത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ ചെയ്യേണ്ട, പകരം ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം അതായിരുന്നു, ഹൗ ദ ഇക്വിലിബ്രിയം ഇൻകം ഈസ് ഡിറ്റർമൈൻഡ് ഇൻ ആൻ എക്കോണമി. എങ്ങനെയാണ് ഒരു എക്കോണമിയിൽ ഇക്വിലിബ്രിയം ഇൻകം ഡിറ്റർമൈൻ ചെയ്യാറുള്ളത്? എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ മലയാളത്തിൽ കൊടുത്തിട്ട് ചുവടെ കൊടുത്തിരുന്ന വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സന്തുലിത വരുമാനം കണ്ടെത്തുക. ഓട്ടോണമസ് ചെലവ് 90 കോടി, MPC 80%. അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ സന്തുലിത വരുമാനം തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ഡയഗ്രത്തിന്റെ സഹായത്തോടെ ചിത്രീകരിക്കുക എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം വന്നിരിക്കുന്ന ചാപ്റ്റർ വേറെ ഏതുമല്ല, നമ്മുടെ മാക്രോയിലെ 4ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ഈ 4ാമത്തെ ചാപ്റ്ററിനാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണിത് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാനാണ്. Y അഥവാ നമുക്ക് പറയാം എന്താണ് ഇക്വിലിബ്രിയം ഇൻകം അല്ലേ. ഈ ഇക്വിലിബ്രിയം ഇൻകം എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കാതെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അതിനാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാനുള്ള ആ ഇക്വേഷൻ എന്താ നമുക്ക് നോക്കാം. ഇക്വേഷൻ ഇതാണ് മക്കളെ, Y = A divided by 1 - MPC എന്നാണ് ആ ഇക്വേഷൻ. സിമ്പിൾ ഇക്വേഷനാണ്, നിങ്ങളെ കൊണ്ടൊന്നല്ല, എല്ലാവരെ കൊണ്ടും കഴിയുന്ന ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ചോദ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ, ആക്ച്വലി സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് തോന്നുകയാണ്, യഥാർത്ഥത്തിൽ അതെന്താണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ A+ നിർണ്ണയിക്കുന്ന ചോദ്യം ഏറ്റവും ഈസി ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ A divided by 1 - MPC എന്ന് ചെയ്യുന്നത്, അതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ A എന്ന് പലപ്പോഴും നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും അല്ലേ. A എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതെന്താണ്, നമ്മുടെ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ആണ്. എന്താണ്? ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ആണ്. അതിനാദ്യം ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് അറിയണം അല്ലേ. ഈ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, സംഗതി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൺസംഷൻ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ C = C + BY എന്ന് എഴുതി പഠിക്കാറില്ലേ. ഇതിൽ C നിങ്ങൾക്കറിയാം എന്താണത്, ഓട്ടോണമസ് കൺസംഷൻ ആണ്. അതാണ് ഒരു ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ. ഇനി അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് I എന്ന് പറഞ്ഞ സംഗതി അല്ലേ. ഈ I എന്ന് പറഞ്ഞാൽ എന്താണ്, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മക്കളെ നമുക്ക് പഠിക്കാനുള്ള ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ എന്താ സംഗതി, യഥാർത്ഥത്തിൽ നമ്മുടെ C + I ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള C ഉം I കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് കിട്ടുന്നത്,
ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ കിട്ടുന്നത്. അത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് എന്താ, എ ബാർ അഥവാ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള എത്രയാണ്, 90 കോടിയും തന്നിട്ടുണ്ട്. എത്ര എന്നത് 90 കോടിയാണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ 90 കോടിയാണ് തന്നിട്ടുണ്ട്. ആൻഡ് എം പി സി നമുക്ക് തന്നിട്ടുള്ള എത്രയാണ്, എം പി സി നമ്മളോട് പറഞ്ഞത് 80% എന്നാണ്. എന്താണ് 80%. അപ്പോൾ ഈ ശതമാനത്തിൽ തന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് ശതമാനത്തിൽ നിന്ന് നമ്മൾ ഡെസിമലിലേക്ക് മാറ്റണം. ഡെസിമൽ എന്ന് പറഞ്ഞാൽ ദശാംശ സംഖ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ 100% എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ്. 50% എന്ന് പറഞ്ഞാൽ എന്താ 1ന്റെ പകുതി, അതായത് 0.5 അല്ലേ. അതുപോലെ നമ്മളിതിനെ ദശാംശ സംഖ്യയിലേക്ക് മാറ്റുകയാണെങ്കിൽ മക്കളെ വേറെ ഒന്നും ചെയ്യാണ്ട് നിങ്ങളിവിടെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അതായത് മക്കളെ എം പി സി എന്ന് എഴുതുമ്പോൾ നമ്മൾ ഡെസിമലിലേക്ക് എഴുതുമ്പോൾ എന്തായി മാറും, 0.8 എന്ന് എഴുതിയാൽ മതി. ഇത്തരമുള്ള പരിപാടി. ഇപ്പോൾ 80 വെച്ചാൽ 0.8. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 75% എന്ന് പറഞ്ഞാൽ എന്താ വരിക, അത് സിമ്പിളാണ്. എന്താണ് എം പി സി വരിക, എം പി സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 0.75. ഇത്രയേ ഉള്ളൂ. 2 സ്ഥാനം മാറ്റി കുത്തിയിടുന്നു. അതാണ് എന്ത് ചെയ്യും, നമ്മൾ ഡെസിമലിലേക്ക് വരുന്നത്. 100 കൊണ്ട് ഹരിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 100 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യം മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഫാക്ടറൊക്കെ ഈ ക്വസ്റ്റിൻ്റെ ബേസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് y = a bar ഡിവൈഡ് ബൈ 1 മൈനസ് എം പി സി എന്നാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാൻ നോക്കി കൊണ്ടിടാം. എ ബാറിൻ്റെ വാല്യൂ നമുക്കറിയാം 90 ഡിവൈഡ് ബൈ 1 മൈനസ് എം പി സി. 1 മൈനസ് എം പി സി എത്രയാണ്, 0.8 ആണ് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരം എത്ര വരിക, 90 ഡിവൈഡ് ബൈ 1 നിന്നും 0.8 കുറച്ച് ബാക്കി എത്ര ഉണ്ടാവുക, 0.2 എന്നുണ്ടാവുക. അപ്പോൾ 90 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 45 എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷേ 2 കൊണ്ടല്ല, 0.2 കൊണ്ടായത് ഉത്തരം 450 കോടി എന്നായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇത്രയുള്ള ഉത്തരം കണ്ടെത്തേണ്ടത്. ഈ 450 കോടി എന്നുള്ള കാര്യം കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രം നോക്കി, ഈ ഒരൊറ്റ സംഗതി കണ്ടെത്തിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. നിങ്ങൾ ആലോചിക്കേ, വേറെ ഏതെങ്കിലും ക്വസ്റ്റിന് ഈ 4 മാർക്ക് നിങ്ങൾക്ക് തരും? ഇല്ല. സിമ്പിളാണ്. ആകെ എന്താണ്, ഈ ഒരു ഇക്വേഷൻ ആയിരുന്നു, 2 ഫാക്ടർ എന്തൊക്കെയാണെന്ന് അതിൽ എഴുതി വെക്കുന്നു. അതിൻ്റെ ഒപ്പം ഇക്വേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ കണ്ടുപിടിക്കുന്നു ഇക്വിലിബ്രിയം ഇൻകം എത്ര, 450 കോടി. കഴിഞ്ഞു. 4 മാർക്കാണ് നമ്മുടെ പേപ്പറിൽ വീഴാൻ പോകുന്നത്. ഇനി നിങ്ങൾ പറ, എക്കണോമിക്സ് ടഫാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ടഫാണെന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താ പറയുക, നമ്മൾ പഠിക്കുന്ന കുറച്ച് മെത്തേഡ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വന്ന മെത്തേഡ്, നമ്മളെ പഠിപ്പിച്ച മെത്തേഡ്, ഇതിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. അല്ലാതെ ഏതൊരു സബ്ജക്റ്റും ടഫാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെടുക്കുന്ന എഫേർട്ടിനനുസരിച്ചാണ് സബ്ജക്റ്റ് സിമ്പിൾ ആവുന്നതും ഈസി ആവുന്നതും എന്തായി പോകുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. എന്താണ് ക്വസ്റ്റ്യൻ, ഹൗ ദ ഇക്വിലിബ്രിയം ഇൻകം ഈസ് ഡിറ്റർമൈൻഡ്. ഓക്കെ, ഒരു 2 സെക്ടർ എക്കോണമിയിൽ എങ്ങനെ ഇക്വിലിബ്രിയം ഇൻകം ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ഇക്വിലിബ്രിയം ഇൻകം വരക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ഇൻകം ഡിറ്റർമിനേഷൻ കർവുകൾ വരണം. അപ്പോൾ നമുക്ക് എക്സ് ആക്സും ഉണ്ട്, അതുപോലെ വൈ ആക്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സും വൈ ആക്സും ഉണ്ട്. എക്സ് ആക്സിൽ ഞാൻ എഴുതുന്നത് ഇൻകം ലെവലാണ്. ഓക്കെ, ഇൻകം ലെവലാണ് ഞാൻ ഇവിടെ എഴുതുന്നത്, എക്സ് ആക്സിൽ എഴുതുന്നത് ഇൻകം ആൻഡ് ഔട്ട്പുട്ട് നമ്മൾ പറയുന്നത് ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ആണ്. ഇനി വൈ ആക്സിൽ ഞാൻ എഴുതുന്നത് ആഗ്രിഗേറ്റ് സപ്ലൈ ഉണ്ട് ആൻഡ് ആഗ്രിഗേറ്റ് ഡിമാൻഡുമാണ് ഞാൻ കാണിക്കുന്നത്. നോക്കിക്കൊള്ളണം. അപ്പോൾ ആദ്യം ഞാനിവിടെ വരക്കാൻ പോകുന്നത് നമ്മുടെ ആഗ്രിഗേറ്റ് സപ്ലൈ കർവാണ്. നമുക്കറിയാം 45 ഡിഗ്രി ലൈനാണ് ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറഞ്ഞത്. അതായത് ആഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ ടു വൈ എന്ന് നമുക്ക് കൊടുക്കാം. ആഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ ടു വൈ എന്ന് നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഡിമാൻഡ് കർവ് വരയ്ക്കുകയാണ്. അപ്പോൾ ഡിമാൻഡ് കർവ് ഞാനിവിടെ വരച്ചു വെച്ചു. ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. അതിന് ഞാൻ പേര് കൊടുത്തു ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു 2 സെക്ടർ എന്ന് പറഞ്ഞാൽ 2 സെക്ടർ ഉള്ളൂ അല്ലേ. അപ്പോൾ 2 സെക്ടർ എന്ന് പറയുമ്പോൾ 2 സെക്ടറുകൾ ഏതൊക്കെയാണ്, അത് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ നമ്മുടെ സെക്ടർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, ഫേംസ് ആണ് അല്ലേ. ഫേംസ് എന്ന് പറയും. ഇവർക്കുണ്ടാകുന്ന ചിലവുകളാണ് നമ്മൾ എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുക. ഇവർക്കുണ്ടാകുന്ന ചിലവുകൾ അല്ലെങ്കിൽ ഇവരുടെ ഡിമാൻഡ് എന്താണ്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതിനെ നമ്മളെന്താ സൂചിപ്പിക്കുക, ഐ എന്നാണ് സൂചിപ്പിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്ടർ ആരാ, നമ്മളെപ്പോലുള്ള ആൾക്കാരാണ്. നമ്മൾ അവരെന്താ പറയുക, ഹൗസ് ഹോൾഡ് എന്നാണ് പറയുക. ഈ ഹൗസ് ഹോൾഡിനുണ്ടാകുന്ന ചിലവ് എന്താണ്, അത് നമുക്കറിയാം മെയിനായിട്ട് നമുക്ക് വരുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചറാണ് അല്ലേ. അപ്പോൾ കൺസംഷൻ എക്സ്പെൻഡിച്ചറാണ് നമ്മുടെ ചിലവുകൾ എന്ന് പറയുന്നത്. നമ്മൾ അതിനെന്താ സൂചിപ്പിക്കുക, സി എന്നാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഐയും സിയും ചേർന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും എന്ന എന്തായി 2 സെക്ടർ മോഡലിലെ ആഗ്രിഗേറ്റ് ഡിമാൻഡായി. അപ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു എന്തായി വരിക, സി പ്ലസ് ഐ എന്ന് നമുക്ക് എഴുതി വെക്കാം. ഇനി ഇത് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ കൺസംഷൻ്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, കൺസംഷൻ ഫംഗ്ഷൻ ഈക്വൽ ടു സി ഈക്വൽ ടു സി ബാർ പ്ലസ് ബി വൈ എന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതും വേണമെങ്കിൽ ഇവിടെ എഴുതിയേക്കാം, കുഴപ്പമില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇക്വിലിബ്രിയം ഇൻകം തീരുമാനിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്, ഒരു ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രിഗേറ്റ് ഡിമാൻഡും ആഗ്രിഗേറ്റ് സപ്ലൈയും തുല്യമാവുന്നതാണ്. ഓക്കെ, ഇക്വിലിബ്രിയം എവിടെയാണ് സംഭവിക്കുന്നത്, ഇക്വിലിബ്രിയം അറ്റ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു
ആഗ്രിഗേറ്റ് സപ്ലൈ. എത്രയാണോ ഡിമാൻഡ് ചെയ്തത് അത്ര സപ്ലൈ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ ഇക്വിലിബ്രിയം എന്ന് പറയും. നമ്മൾ മാക്രോയിൽ പഠിച്ചിട്ടുള്ളതല്ല, മൈക്രോയിൽ 5ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച സെയിം കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് ഇ എന്ന് പറഞ്ഞത്. ഈ ലെവലിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇക്വിലിബ്രിയം ഇൻകം വൈ തീരുമാനിക്കപ്പെടുന്നത്. ആ ഇക്വിലിബ്രിയം പോയിന്റ് ആഗ്രിഗേറ്റ് സപ്ലൈ, ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇത്രയുള്ള മക്കളെ യഥാർത്ഥത്തിൽ എന്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 2 സെക്ടർ എക്കോണമിയിലെ ഇക്വിലിബ്രിയം ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ഇത് എഴുതിയാൽ മാത്രം മാർക്ക് കിട്ടുക സാറെന്ന് വെച്ചാൽ ഇല്ല. അതിന് ചെയ്യേണ്ടത് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിൻ്റെ തൊട്ടതായി ഓരോന്ന് എന്താണെന്ന് എഴുതിക്കുക. എക്സ് ആക്സിൽ ഞങ്ങൾ ഇൻകം ലെവലാണ് കാണിക്കുന്നത്, വൈ ആക്സിൽ ആഗ്രിഗേറ്റ് ഡിമാൻഡും ആഗ്രിഗേറ്റ് സപ്ലൈയുമാണ് കാണിക്കുന്നത്. ആൻഡ് ആഗ്രിഗേറ്റ് സപ്ലൈയും വൈയും തുല്യമായിരിക്കും. അത് എത്ര ഡിഗ്രിയിലാണ് വരിക, 45 ഡിഗ്രിയിലാണ് ആ ലൈന് ഉണ്ടായിരിക്കുക. അതുപോലെ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ലൈൻ എന്തൊക്കെയാണ്, കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും കൂട്ടിച്ചേർന്നാണ്. കാരണം 2 സെക്ടറിൽ ഫേമും ഹൗസ് ഹോൾഡും മാത്രമേ അവിടെ വരുള്ളൂ. ഇവർ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം സംഭവിക്കുക. ആ പോയിന്റിന് തൊട്ട് താഴത്തേക്ക് കിട്ടുന്ന പോയിന്റാണ് എന്ത് വരിക, നമ്മുടെ ഇൻകം ലെവൽ ആൻഡ് ഔട്ട്പുട്ട് ലെവൽ വരിക. ഇത്തരമുള്ള മക്കളെ സംഗതി ചെയ്യാനുള്ളത്. ഇത് ചെയ്താൽ കിട്ടുന്ന മാർക്കിനാണ് നമ്മൾ കാലാകാലമായിട്ട് ഇങ്ങനെ തട്ടിത്തടഞ്ഞു നിന്നിരുന്നത്. അപ്പോൾ നിങ്ങൾ പറ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ, ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് യഥാർത്ഥ സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. നമ്മളിതിൻ്റെ സീരീസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിരുന്നു. നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ് ഓൾ. Once again, it's me, Salsamin, signing out from Edgeboard. Happy learning all. Bye.